ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു റിൻസീസ് ടേസ്റ്റി ബൈറ്റ്സ്. ഇന്നത്തെ സ്പെഷ്യൽ ഗ്രിൽ ചിക്കൻ നമുക്ക് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം. അതിലേക്ക് ആവശ്യമായിട്ട് ഒരു ചിക്കൻ എടുത്തേക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് നന്നായിട്ട് ഉപ്പും വിനാഗിരിയിട്ട് കഴുകി മാറ്റി വയ്ക്കുക. അരിപ്പ പാത്രത്തിലേക്ക് വെച്ചാലാണ് നന്നായിട്ട് വെള്ളമൊക്കെ വാർന്ന് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതിന് മാരിനേഷന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചിട്ട് ഒരു മിശ്രിതം ഞാനതിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടീസ്പൂൺ തൈര്, 1 ടീസ്പൂൺ കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ മാഗി ക്യൂബ്, ഇത് ഒരെണ്ണം കൈ കൊണ്ട് ഇതിങ്ങനെ മിക്സ് ചെയ്ത് ചേർക്കാം. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ അത് കസ്തൂരി മേത്തിയാണ്. ഒരു ചെറിയ പിടി എടുത്തിട്ട് നമുക്കിതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ഞരടി ചേർക്കാം. അടുത്തത് ഇതുപോലെ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉപ്പാണ്. അത് നമുക്ക് എത്രയാണ് നമ്മൾ ചിക്കൻ എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായിട്ട് അത്രയും തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഒരു കൈയളവാണ് ഞാനിവിടെ ഉപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മെഷർമെൻറ്റ് എടുക്കാൻ എളുപ്പം അതുപോലെ ചെയ്യാം. ചിക്കൻ ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ട് ഇതുപോലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിൽ പിടിക്കാവുന്ന രീതിയിൽ നന്നായിട്ട് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സായി കഴിയുമ്പോൾ ഫ്രീസറിൽ 1 മണിക്കൂറാണ് ഞാനിപ്പോൾ വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം മാരിനേറ്റ് ചെയ്യോ അല്ലെങ്കിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ടേസ്റ്റ് അത്രയും കൂടും. ഇപ്പോൾ ഞാനിത് 1 മണിക്കൂറാണ് വെച്ചിരിക്കുന്നത്. അതേസമയം ഞാൻ ഇതിൻ്റെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് പ്രോൻ്റെ ഒരു സാൻഡ്വിച്ച് മേക്കറിലാണ് ഞാനിത് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 12 to 15 മിനിറ്റ്സാണ് മാക്സിമത്തിലാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. ഓരോന്നിനും ഓരോ ഓപ്ഷനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഗ്രിൽ പാൻ ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു 1.5 സ്പൂൺ ഒലീവ് ഓയിലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല, ബ്രഷ് ചെയ്തൊന്ന് റെഡിയാക്കി വയ്ക്കുക. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോ 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 20 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏകദേശം കളർ മാറി തുടങ്ങും. നമുക്ക് മറിച്ചിട്ടിട്ട് ഇച്ചിരി ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അത് നല്ല ചിക്കൻ സോഫ്റ്റായി കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കൈ കൊണ്ട് തന്നെ നമുക്ക് ഓരോ ചിക്കനും ഇതുപോലെ ചെയ്യാം. ആദ്യം ഇതിലേക്ക് 3 പീസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായിട്ട് ചതച്ചിട്ട് നമുക്കിത് ഫ്ലാറ്റ് ആക്കിയിട്ട് ചെയ്താലാണ് നല്ല ഇതിലെ ഷേപ്പിൽ നമുക്കിത് കിട്ടും. ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കുക. ഒരു 20 മിനിറ്റ്സ് ഞാൻ ഇതുപോലെ ഒരു സൈഡ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 15 to 20 മിനിറ്റ്സ്. എന്നിട്ട് ഓരോ സൈഡും ഇതുപോലെ മറിച്ചിടുമ്പോൾ ഞാൻ ഇത്തിരി റോസ്മേരിയുടെ ഒരു 3 തണ്ടും ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് റോസ്മേരിയുടെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിനോടൊപ്പം കഴിക്കാനായിട്ട് ഞാൻ ഒരു പ്ലെയിൻ ബട്ടർ നാൻ ചേർക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ, അതുപോലെ ഈസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ സോൾട്ട് ഒരു 1/4 ടീസ്പൂൺ ഷുഗർ, ഇതെല്ലാം ഞാൻ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ടവലിട്ട് മൂടി വയ്ക്കാം. നല്ല സോഫ്റ്റായി കിട്ടാനായിട്ടാണ് നമ്മളിത് കുറച്ച് നേരം അങ്ങനെ വയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഇച്ചിരി വെള്ളം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരിയും കൂടി ഞാൻ മാവ് ചേർത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ ഞാനൊരു ടവല് വെച്ച് ഇതിൻ്റെ മീതെ കവർ ചെയ്ത് വയ്ക്കുക 1 മണിക്കൂർ. അതേസമയം നമുക്ക് ചിക്കൻ എങ്ങനെയാണ് നമ്മുടെ ഗ്രില്ലായി ഒന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഓരോ പാർട്ടും ഇതുപോലെ ഒന്ന് ഒറ്റ പരത്തിൽ നമ്മളിതുപോലെ ചെയ്തിട്ട് ഇതിൻ്റെ ഡൗ 4 പാർട്ടായിട്ട് നമുക്ക് വിഭജിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസും ഇതുപോലെ കൈയുടെ ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഉരുട്ടി വയ്ക്കാം. അപ്പോൾ കാരണം എന്തിനാണെന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എയർ ബബിൾസൊക്കെ പോകാനും സോഫ്റ്റായി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചെയ്തെടുക്കുന്നത്.
ഇച്ചിരി വലിയ ബോൾസായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്, കാരണം ഇച്ചിരി കട്ടിയിലാണ് ഈ ബട്ടർ നാൻ്റെ ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒത്തിരി നമ്മൾ പരത്തലൊരു ഓവൽ ഷേപ്പിലാണ് ഇരിക്കുക. അതുപോലെ ഒരു ഓവൽ ഷേപ്പിൽ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ ഫോർക്ക് കൊണ്ട് നമ്മൾ കുത്തണം. അപ്പോൾ അതിൻ്റെ എയർ ബബിൾസ് ഇതൊക്കെ പോകാനായിട്ട് നമ്മൾ ബട്ടറിലാണ് ഈ പാനിൽ വെച്ച് നമ്മൾ ബട്ടർ നാൻ ചെയ്തെടുക്കുന്നത്, പ്ലെയിൻ ബട്ടർ. പിന്നെ അതിലേക്ക് ഞാനൊരു ഇച്ചിരി മല്ലിയില ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതില്ലെങ്കിൽ നമുക്ക് കസ്തൂരി മേത്തി ആയാലും നമുക്ക് ചേർക്കാം. ഇതുപോലെ 2 സൈഡും ഇതുപോലെ മറച്ചിട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 സൈഡും നന്നായിട്ട് ബട്ടർ വെച്ച് മൊരിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം, ചിക്കൻ ഗ്രിൽ ചെയ്തതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്കൊരു ഡിന്നർ ടൈമിലോ നമുക്ക് കഴിക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്, ഈസിയാണ്. അതുപോലെ നമുക്ക് മയോണൈസോ അല്ലെങ്കിൽ നമുക്ക് ചീസോ ഒക്കെ വെച്ചിട്ട് ഈ ചിക്കൻ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ സൈഡും ഞാൻ ഇതുപോലെ വീഡിയോ എടുത്തപ്പോൾ കാണിച്ചതാണ്, ഇതുപോലെ റൗണ്ടാക്കിയിട്ട്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഒരു ഗ്രിൽ ചിക്കൻ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി, നല്ല ജ്യൂസിയാണ്, നല്ല ഡ്രൈ ആയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്